പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് വരികയാണ്. ശനിയാഴ്ച ദുരന്ത മേഖലയിൽ അദ്ദേഹം സന്ദർശനം നടത്തും. സന്ദർശനത്തിന് മുന്നോടിയായി SPG സംഘം ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തും. കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി മുഖ്യമന്ത്രിയും എത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രനാണ് ചേരുന്നത്. മഹേഷ്, പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതും ഈ സമയത്ത് ഏറെ ആശ്വാസം പകരുന്ന ഒന്നാണ്. കാരണം ദുരന്തമുഖത്തുള്ളവരും ഒപ്പം തന്നെ സർക്കാരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു സന്ദർശനത്തെ ഉറ്റുനോക്കുന്നതും. വിവരങ്ങൾ പ്രധാനമന്ത്രി ദുരന്തമുഖത്തേക്ക് എത്തുന്നില്ല എന്ന പരാതികൾക്കിടെയാണ് വളരെ അടിയന്തരമായി തന്നെ പ്രധാനമന്ത്രി എത്തുന്ന വിവരം അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ശനിയാഴ്ച ഉച്ചയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിൽ പ്രത്യേക വിമാനത്തിൽ വന്നിറങ്ങും. അവിടെ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗമായിരിക്കും വയനാട്ടിലെ ദുരന്തമുഖത്തേക്ക് പോകുക. ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉണ്ടാകുമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി എത്തണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെല്ലാം ഉന്നയിക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി ഉടൻ തന്നെ എത്താൻ തീരുമാനിച്ചിരുന്നത്. നേരത്തെ 23-ാം തീയതി എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കുറച്ചുകൂടി മുൻകൂറാക്കിയിരിക്കുകയാണ് ഇപ്പോൾ യാത്ര. അദ്ദേഹം നേരത്തെ ദുരന്തമുഖത്ത് എത്താതിരുന്നത് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനാണ് എന്ന ഒരു കാര്യം കൂടി ഇവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഒരു അന്തിമഘട്ടത്തിൽ നീങ്ങുമ്പോഴാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വയനാട്ടിലേക്ക് എത്താൻ പോകുന്നത്. ശ്രീലക്ഷ്മി. മഹേഷ്, ദുരന്തം അറിഞ്ഞ സമയം മുതൽ തന്നെ കേരളത്തിന് പ്രധാനമന്ത്രി മോദി എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സന്ദർശനം, അതും പെട്ടെന്നുള്ള ഈ ഒരു സന്ദർശനം, കൂടുതൽ പാക്കേജുകൾ, പുനരധിവാസ പാക്കേജ് അടക്കം കൂടുതൽ ഒരു പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും ദേശീയ ദുരന്തമായി വയനാട്ടിലെ ഉരുൾപൊട്ടൽ പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം പല ഭാഗത്തും ഉയർന്നിട്ടുണ്ട്. ഇന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജനും ഈ ആവശ്യം ഉന്നയിച്ചു. പ്രതിപക്ഷം നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. മറ്റ് പല കോണുകളിൽ നിന്നും ഇതേ ആവശ്യം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഒരു പുനരധിവാസ പാക്കേജ്, സമഗ്രമായ പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അത് നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം കൂടിയേ തീരൂ എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ വിശദമായ കൂടിയാലോചന ചർച്ചകൾ നടക്കുകയും ചെയ്തു. അതിന്റെ സാഹചര്യത്തിൽ പുനരധിവാസ പാക്കേജ് അടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നടത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സേതുലക്ഷ്മി. ശരി മഹേഷ്, അങ്ങനെ ദുരന്തമുഖത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുകയാണ്. ശനിയാഴ്ചയാണ് അദ്ദേഹം ദുരന്ത ബാധിത മേഖലകളിലും ഒപ്പം തന്നെ ക്യാമ്പിലുള്ളവരെയും കാണാനായി എത്തുക. കേരളം, ഈ മഹേഷ് പറഞ്ഞ പോലെ തന്നെയാണ്, വലിയ പ്രതീക്ഷയിലാണ്. ദേശീയ ദുരന്തമായി വയനാട്ടിലെ ഈ മഹാദുരന്തത്തെ പ്രഖ്യാപിക്കണമെന്നൊരാവശ്യം കേരളം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിലടക്കമുള്ള പ്രധാനമന്ത്രിയുടെ നിലപാടുകൾ വളരെ നിർണായകമാണ്. ഒപ്പം തന്നെ സമഗ്രമായ ഒരു പുനരധിവാസ പാക്കേജും നമ്മൾ പ്രതീക്ഷിക്കുന്നു. മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.